ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മൾ നിലവിൽ നിൽക്കുന്നത് കർണാടക ഉടുപ്പി ഡിസ്ട്രിക്റ്റിലാണ്. നമ്മളിന്ന് ഒരു ഊണ് കഴിക്കാനായിട്ട് പോവുകയാണ്. നമ്മുടെ പിള്ളേരെല്ലാം സെറ്റാണ്, വണ്ടി എടുത്തിട്ടുണ്ട്. നമുക്കപ്പം പോയേക്കാം ഫ്രണ്ട്സ്. അപ്പം ഇന്ന് നമ്മൾ പോകുന്നത് മാൽപ്പയിലോട്ടാണ്. മാൽപ്പേ ബീച്ചിനോട് ചേർന്നാണ് ഈ ഹോട്ടൽ എന്നാണ് ഇവർ പറയുന്നത്. നമുക്ക് നോക്കാം. അവിടെ സീ ഫുഡ് അവൈലബിലിറ്റിയാണ് കാണിക്കുന്നത്. ഇന്നെന്താ സ്പെഷ്യൽ എന്ന് വെച്ചാൽ നമുക്കതൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ NH-66 നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കന്യാകുമാരി മുംബൈ കേരളത്തിൽ പണി നടക്കുന്നു. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ ഇച്ചിരി എണ്ണ അടിക്കാനായിട്ട് കയറിയിട്ടുണ്ട്. നമ്മുടെ കർണാടക ഗവൺമെന്റിന്റെ ഗവൺമെന്റിൽ എത്തിക്കാൻ വേണ്ടി റോഡ് പണി എത്ര വർഷമായി ഇവിടെ പണി നടക്കുന്നത്? പറയുന്നത് 2 കൊല്ലമായിട്ട് ഇവിടെ ഒരു പുള്ളിയുടെ പണി നടന്നിട്ടില്ലെന്നാണ് ഇവര് പറയുന്നത്. മിക്കവാറും യൂട്യൂബിന് അടിച്ചിറക്കുമോ കേട്ടോ. കർണാടക ഗവൺമെന്റിനെതിരെ വാർത്ത ഇറക്കിയ പ്രിൻസിന് ഇതിനെ കാണാനില്ല. നമ്മളപ്പോൾ ഹൈവേ കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊരു പോക്കറ്റ് റോഡ് കയറിയിരിക്കുകയാണ്. ഉടുപ്പി ടൗൺ കയറാതെ തന്നെ നമുക്കിപ്പം മാൽപ്പയിലോട്ട് ചെല്ലാവുന്ന ഒരു റോഡാണിത്. അപ്പോൾ യാത്ര തുടരുന്നു. ഏകദേശം എത്താറായി. മാൽപ്പേ ബീച്ച് ഏരിയ. ഫുഡ് കഴിഞ്ഞിട്ടേ ഉള്ളു ബീച്ചല്ലേ. ഇതാണ് മാൽപ്പേ. അടുക്കാറായി നമ്മൾ. അപ്പം ഹോട്ടലിൽ വരുമ്പോൾ മാൽപ്പേ ഹോട്ടലിലാണ് ഇവർ പറയുന്നത്. ഫേമസ് ആണ്, സീ ഫുഡ് എല്ലാം കിട്ടും. മാൽപ്പേ ഹോട്ടൽ ഇതാണ്. ഏകദേശം നമ്മൾ എത്തിയിരിക്കുകയാണ് മാൽപ്പേ ഹോട്ടലിലേക്ക്. ലേശം തിരക്ക് കുറവുണ്ട് ഇപ്പം. നമ്മള് ലക്കുണ്ട് നമുക്ക്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കഴിക്കാൻ കയറാം. അപ്പോൾ ഇല വിരിച്ചു. വിരിച്ചിട്ട് അവിടെ നേരെ നമുക്കത് ഇങ്ങനെ ഓക്കെ. സാലഡ്, അച്ചാർ, ഒരു കൂട്ടുകറി എത്തിയിട്ടുണ്ട്. ഞാനിവിടെ ബോയിൽ റൈസ് ആണ് പറഞ്ഞത്. വൈറ്റ് റൈസ്, ബോയിൽ റൈസ്. മെയിൻ ജാർ ഒഴിച്ചിട്ടുണ്ട്. നൈസായിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. क्या क्या है? किंगफिशर और ये क्या है? ये मूरू കിങ്ഫിഷ് എടുത്തിട്ടുണ്ട്. ഇത് കിങ്ഫിഷ് എന്ന് പറഞ്ഞു പറഞ്ഞാൽ നമ്മൾ ലൈറ്റിൻ്റെ ഒരു കുറവുണ്ട്. ഇതാണ് നമ്മുടെ ഐറ്റം വന്ന് കിങ്ഫിഷ്, ബോയിൽ റൈസ്, മീൻചാറ്, തോരൻ. അപ്പം കഴിച്ചിട്ട് ടേസ്റ്റ് ചെയ്ത് ലേശം
എങ്ങനെയുണ്ട്? പുതിയൊരു ഐറ്റം വന്നിട്ടുണ്ട്, കൂന്തൽ. ഇവിടെ ബോണ്ടാസ് എന്ന് പറയും കർണാടകയിൽ. ബോണ്ടാസ് എന്ന് പറയും കൂന്തൽ പറ്റിച്ചതോ. ഒരു പ്രോൺസ് എത്തിയിട്ടുണ്ട്. നല്ല മസാല കിട്ടുന്നുണ്ട്. സ്പൈസി എന്ന് വെച്ചാൽ അത്ര സ്പൈസി അല്ല, എന്നാലും മൈൽഡ്. ഓക്കെ, കളിയെ കണ്ടുപിടിച്ച് ഒരു മലയാളിയാണ്. ചേട്ടാ എങ്ങനെയുണ്ട്? ഫുഡ് എങ്ങനെയുണ്ട്? ബോയിൽ. അപ്പോൾ നമ്മുടെ അംഗം കഴിഞ്ഞിരിക്കുകയാണ്. ഫുഡ് അടിപൊളി ഫുഡാണ്, നല്ല ടേസ്റ്റാണ്, എല്ലാം നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോട്ടൽ. ഫുഡൊക്കെ കഴിച്ചു, അടിപൊളി ഫുഡാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ് നാട്ടിൽ നിന്നൊക്കെ വരുമ്പോൾ. അപ്പോൾ നമ്മുടെ ചേട്ടൻ കണക്ക് കൂട്ടുവാണ്. നമ്മുടെ ബില്ല് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബില്ല്, നമ്മുടെ ലിസ്റ്റ് എന്തൊക്കെയാണ് ഓർഡർ ചെയ്യുന്നുള്ളത്. നമ്മൾ മൊത്തം 6 പേരാണ് ഫുഡ് കഴിച്ചത്. കുഴപ്പമില്ല, നല്ല അഫോർഡബിളാണ്, നമുക്ക് കുഴപ്പമില്ലാത്തൊരു ബില്ലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. 1750 രൂപ 6 പേര് കഴിച്ച് ലാഭം തന്നെയാണ്. ഓക്കെ, നമ്മൾ ബീച്ചിലോട്ടല്ലേ കഴിച്ചതൊന്ന് ദഹിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പോകുന്നു. കയറുന്നതിന് എമൗണ്ട് ടിക്കറ്റ് ഡൺ. അപ്പോൾ ഇതാണ് മാൽപ്പേ ബീച്ച്. ഇപ്പോൾ സമയം 1:30 നമ്മൾ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് ഇറങ്ങിയതേ ഉള്ളൂ. പല ആക്ടിവിറ്റീസ് ഇവിടെ കാണാൻ സാധിക്കും. പാരാസൈലിങ്, ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. ക്ലാരിറ്റി കുറച്ച് കുറവാണ്, ഞാൻ സൂം ചെയ്താണ് കാണിക്കുന്നത്. ഇത് സൺഡേ ആയതുകൊണ്ട് പതിവില്ലാതെ നല്ല തിരക്കുമുണ്ട്. ദൂരെയാണ് കാണുന്ന സെൻറ്റ് മേരീസ് ഐലൻഡ്. അപ്പോൾ ഇവിടെ മാൽപ്പേ നിങ്ങൾ വരികയാണെങ്കിൽ ഡെഫിനറ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസാണ് സെൻറ്റ് മേരീസ് ഐലൻഡ്. അപ്പോൾ ഇവിടുന്ന് ബോട്ട് സർവീസ് അവൈലബിൾ ആണ് അങ്ങോട്ടേക്ക് പോകാൻ. ആ കാണുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡ് മാൽപ്പേ. അവിടെ കാണുന്നത് സെൻറ്റ് മേരി ഐലൻഡ്. അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഓക്കെ, സീ യു, ബൈ ബൈ.